ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ തന്തൂരി ഓവൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി ഞങ്ങൾ ഓയിലിൻ്റെ ബാരലാണ് എടുത്തിരിക്കുന്നത്. ബാരലിൻ്റെ ടോപ്പ് പോർഷൻ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനൊരു ഹാൻഡിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബാരലിൻ്റെ ബോട്ടം സൈഡിൽ വേസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇത് ഓയിലിൻ്റെ ബാരൽ ആയതുകൊണ്ട് ഇതിൽ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് സോപ്പ് വെള്ളം ഒഴിച്ചു വച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനാവശ്യമായ മിക്സ് തയ്യാറാക്കാം. അതിനായി കുറച്ച് മണ്ണ് ആവശ്യമുണ്ട്. നല്ല പശയുള്ള മണ്ണാണ് നമുക്ക് ആവശ്യം. അത് നമുക്ക് നമ്മുടെ കണ്ടത്തിൽ പോയി എടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഈ ചെരുവത്തിൽ നിറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 6 ചെരുവം മണ്ണാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കാം. കുഴച്ചെടുക്കാനായിട്ട് ആദ്യം ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് വൈക്കോൽ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ശേഷം അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ലെയറും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 ലെയറും കൂടി അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടി പോയാൽ നമ്മൾ ഇതിൽ തീ കത്തിക്കുമ്പോൾ കൂടുതൽ വിള്ളലുകൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസ് ഫില്ല് ചെയ്തെടുക്കാം. കുഴച്ചു വച്ചിരിക്കുന്ന മിക്സ് ഒരു 2 ഇഞ്ച് കനത്തിൽ നമുക്കിതിൻ്റെ ബോട്ടത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇഷ്ടികയുടെ ചെറിയ കഷ്ണങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം ചെളി കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ബാരലിൻ്റെ കട്ടിങ് ഇട്ടിരിക്കുന്ന സൈഡിലോട്ട് സ്ലോപ്പായിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ നല്ല സ്ലോപ്പായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാരലിൻ്റെ സൈഡ് ഒരു 4 ഇഞ്ച് തിക്നെസ്സിൽ റിങ് പോലെ കെട്ടിയെടുക്കാം. അതിനു വേണ്ടി ഇഷ്ടിക നമുക്കിതുപോലെ വെച്ചു കൊടുക്കാം. വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന കട്ടിങ്ങിനുള്ളിൽ ഒരു ഫ്ലോർ ടൈലും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ചെളി വെച്ച് ഫില്ല് ചെയ്യാം. ഫ്ലോർ ടൈലിൻ്റെ മുകൾ ഭാഗം കൂടി നമുക്കിതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്ലോർ ടൈലിൻ്റെ മുകൾ ഭാഗവും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കുവാൻ വേണ്ടി ഒരു ഗ്രില്ല് തയ്യാറാക്കിയെടുക്കണം. ഗ്രില്ല് തയ്യാറാക്കുമ്പോൾ അല്പം കട്ടിയുള്ള കമ്പി ഉപയോഗിച്ച് വേണം ഗ്രില്ല് തയ്യാറാക്കുവാൻ. ഞങ്ങളിവിടെ ഗ്രില്ല് തയ്യാറാക്കിയിരിക്കുന്നത് പഴയ ഒരു തയ്യൽ മെഷീൻ്റെ വീല് ഉപയോഗിച്ചാണ്. ഈ ഗ്രില്ലിന് ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് 2 ഫ്ലാറ്റ് ബ്രാക്കറ്റ് സപ്പോർട്ടിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രില്ല് ഇതുപോലെ വേണം ഇതിനുള്ളിൽ വെച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിനു ചുറ്റും നമ്മുടെ ചെളി ഉപയോഗിച്ച് നേരത്തെ ചെയ്ത അതേ തിക്നെസ്സിൽ റിങ് പോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെളി ഉപയോഗിച്ച് 2ഉം 3ഉം ലെയറായിട്ട് ടോപ്പ് വരെ ചെയ്തെടുക്കണം. നമ്മൾ ഇതിനാവശ്യമുള്ള വിറക് ഈ ഗ്രില്ലിന് മുകളിൽ വെച്ചാണ് കത്തിക്കുന്നത്. വിറകെല്ലാം കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ കനൽ ഗ്രില്ലിന് താഴെ ആവുകയും ഗ്രില്ലിന് മുകളിൽ പാത്രം വെച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനുള്ളിൽ ഫുഡ് ഐറ്റംസ് നമുക്ക് ഹാങ് ചെയ്തും കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ 2 രീതിയിലും നമുക്ക് ഈ തന്തൂരി ഓവൻ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രില്ലിന് മുകളിലേക്ക് 1.5 അടി ഹൈറ്റിൽ ചെളി ഉപയോഗിച്ച് ബാരലിന് അകത്തുള്ള വാൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാരലിന് ടോപ്പ് വരെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാരലിനകത്തുള്ള വാൾ 4 ഇഞ്ച് തിക്നെസ്സിൽ ടോപ്പ് വരെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഈ ബാരലിന് മുകളിലുള്ള 2.5 ഇഞ്ച് സ്പേസിൽ നമ്മൾ കോൺക്രീറ്റ് വാളാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വാൾ ഹീറ്റ് ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2.5 ഇഞ്ച് ഹൈറ്റിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഓവൻ്റെ ഉള്ളിൽ ഒരു ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. കോൺക്രീറ്റ് ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മിക്സ് ഇതിൻ്റെ ടോപ്പിലിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഈ കോൺക്രീറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് നമുക്കിതുപോലെ ഗ്രൂ ഇട്ട് കൊടുക്കണം. ഈ ഗ്രൂവിനകത്ത് റോഡ് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് ഹാങ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഈ ബാരൽ ഒന്നും കൂടി ക്ലീൻ ചെയ്ത് ഇഷ്ടമുള്ള പെയിൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ തന്തൂരി ഓവൻ്റെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.